കൊല്ലം തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റിനെ തടഞ്ഞതാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റും പ്രതിപക്ഷാംഗങ്ങളും ചേർന്ന് പ്രസിഡന്റ് GS സിന്ധുവിനെ തടഞ്ഞതാണ് നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കിയത്. 23 വാർഡുകളിലായി 46 ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊരംഗം മരിച്ചതോടെ വൈസ് പ്രസിഡന്റ് പോലും അറിയാതെ പ്രസിഡന്റ് ഏകപക്ഷീയമായി 3 പേരെ നിയമിച്ചു. ഇവർക്ക് ശമ്പളം നൽകാൻ പറ്റില്ലെന്ന നിലപാടിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉറച്ചുനിന്നതോടെ കുറച്ചു ദിവസങ്ങളായി ഇവിടെ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. പ്രതിഷേധം കനത്തതോടെ പോലീസ് സ്ഥലത്തെത്തി. ഇതോടെ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച പ്രസിഡന്റിനെ തടഞ്ഞതാണ് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചത്. പോലീസിന്റെ സഹായത്തോടെ പ്രസിഡന്റ് പുറത്തേക്കിറങ്ങിപ്പോയി. ഇതിനിടെ 22-ാം വാർഡ് അംഗം ഗംഗാദേവിക്ക് പരിക്കേറ്റു. ശമ്പളം നൽകാതിരിക്കാനാണ് പ്രസിഡന്റ് ഇറങ്ങിപ്പോയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ശമ്പളം നൽകിയാൽ പുതുതായി നിയമിച്ചവർക്കുൾപ്പെടെ 48 പേർക്കും നൽകുമെന്നും അല്ലെങ്കിൽ ആർക്കും നൽകാൻ കഴിയില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നാൽ അനധികൃത നിയമന വിഷയത്തിൽ തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള CPI അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും സേനാംഗങ്ങളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ശബരിമല പൈങ്കുനി ഉത്ര മഹോത്സവത്തിന് കൊടിയേറി. 24 രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ടയും